തികച്ചും വിചിത്രമായ കാഴ്ചകളാണ് ഈ നമ്മുടെ നേപ്പാളിൽ അരങ്ങേറുന്നത്. വിചിത്രമെന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ കണ്ട് ശീലമില്ലാത്ത ഒരു കാഴ്ച. അതായത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നേപ്പാളിലെ അവസാനത്തെ രാജാവ് അദ്ദേഹം അവിടെ ഒരു കാഠ്മണ്ഡു എയർപോർട്ടിലോ മറ്റോ വന്ന സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി തടിച്ചുകൂടി. കൂടാതെ അദ്ദേഹത്തിന് ജയ് വിളിക്കുകയും നേപ്പാളിൽ രാജഭരണം തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കൂട്ടത്തില് നാദ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ യോഗി ആദിത്യനാഥിന്റെ ചിത്രങ്ങൾ ഉയർത്തി കാണിച്ചതും അന്ന് വലിയ വാർത്തയായി. എന്നാൽ ഇപ്പോ നേപ്പാളിൽ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് നേപ്പാളിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെല്ലാം തന്നെ ജനങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾ ആളിക്കത്തുകയാണ്. എന്താണെന്ന് വെച്ചാൽ നേപ്പാളിലെ ഇപ്പോഴത്തെ ജനാധിപത്യ ഗവൺമെന്റുകൾ പൂർണ്ണമായും രാജ്യത്തെ ഭരിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടുവെന്നും വീണ്ടും രാജാവ് ഭരണം ഏറ്റെടുക്കണമെന്നും നേപ്പാളിനെ ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്നുമാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. ഇത് വിചിത്രമായ കാഴ്ചയാണ്. സാധാരണ നമ്മൾ ലോകത്ത് കണ്ടിട്ടുള്ളത് രാജഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യം കൊണ്ടുവരണമെന്നാണ്. അറബ് രാജ്യങ്ങളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ നേപ്പാളിലും ഒരു കാലത്ത് രാജാവ് വേണ്ട എന്ന് പറഞ്ഞിരുന്ന അതേ ജനങ്ങൾ തന്നെ വീണ്ടും രാജാവ് വരണമെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ നേപ്പാളിൽ ഈ ആഴ്ചകൾ അനുസരിച്ച് പ്രധാനമന്ത്രി മാറുന്നു എന്ന് പറഞ്ഞാൽ പോലും അത് അതിശയോക്തിയൊന്നും ആവില്ല. എത്രയെത്ര ഭരണാധികാരികൾ വന്നു, എത്ര ഭരണകൂടങ്ങൾ വന്നു, രാജ്യത്തെ നയിക്കുന്നതിൽ ഇവരെല്ലാം പരാജയപ്പെടുകയാണ്. മാത്രമല്ല നേപ്പാളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഇപ്പോഴും വളരെ പുറകിലാണ്. ഇപ്പോൾ നേപ്പാളിലെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഏതാണ്ട് $1300 അവരുടെ ടോട്ടൽ GDP എന്ന് പറയുന്നത് ഏതാണ്ട് 40 ബില്യനേ ഉള്ളൂ. നമ്മുടെ കേരളത്തിന്റെ അത്ര തന്നെ ഏതാണ്ട് പോപ്പുലേഷൻ ഉള്ള നേപ്പാൾ പക്ഷേ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഏതാണ്ട് 3,10,00,000 ജനങ്ങൾ അവിടെ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പൊ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്ന ഈ നീക്കങ്ങളുടെ പുറകില് ശരിക്കും വേറെയും കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. എന്ന് വെച്ചാൽ നേപ്പാളിൽ ഈ അധികാരത്തിലെത്തുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് താല്പര്യമുള്ള പൊളിറ്റിക്കൽ പാർട്ടികളെ ചൈന നേപ്പാളിലെ ആധിപത്യം ഉറപ്പിക്കുന്നതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അതൊരു ഭീഷണിയാണ്. നേപ്പാളിൽ ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കാനായിട്ട് ഇന്ത്യയും ശ്രമിക്കുന്നുണ്ട്. അവിടെ ജനാധിപത്യവാദം വന്നുണ്ടായ സമയത്ത് ഇന്ത്യ അതുകൊണ്ട് തന്നെ രാജാവിനെ സഹായിക്കാനൊന്നും പോയില്ല, മിണ്ടാതിരുന്നു. ജനാധിപത്യം അവിടെ സ്ഥാപിക്കപ്പെട്ടു. ഇപ്പോ പക്ഷെ ജനങ്ങൾ തന്നെ പറയുകയാണ് ജനാധിപത്യം മടുത്തു. ഇതിനിടയിൽ യോഗി ആദിത്യനാഥിന്റെ ചിത്രം പതിപ്പിച്ച ഒരുപാട് പോസ്റ്ററുകൾ അവിടെ വന്നു. അതിന്റെ കാരണം നേപ്പാളിലും ഈ നാദ് സമ്പ്രദായം പിന്തുടരുന്ന ആളുകൾ ധാരാളമുണ്ട്. അവർക്ക് യോഗി ആദിത്യനാഥ് ഒരു ഹീറോയാണ്. നേപ്പാളും ഉത്തർപ്രദേശും ഒക്കെ അടുത്തടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എഫക്റ്റ്, യോഗി എഫക്റ്റ് നേപ്പാളിൽ കാര്യമായി തന്നെയുണ്ട്. യോഗി ആദിത്യനാഥ് ഈ ഉത്തർപ്രദേശിൽ നടത്തുന്ന ഡെവലപ്മെന്റ്സ് നേപ്പാളികളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആരാധകർ യോഗി ആദിത്യനാഥിന് നേപ്പാളിലുണ്ട് കേട്ടോ. അത് വളരെ കൗതുകമുള്ള ഒരു കാര്യമായിരുന്നു. ഞാനും ഈ അടുത്തിടെയാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശരിയാണ്. യോഗി ആദിത്യനാഥിന് ധാരാളം ആരാധകരുണ്ട് നേപ്പാളിൽ. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ഇനി ഈ വിഷയത്തിലേക്ക് ഡീപ്പായിട്ട് ചിന്തിച്ചാൽ ഇന്ത്യ ഗവൺമെന്റ് ഇതിനെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ രാജഭരണം പുനഃസ്ഥാപിക്കാനായിട്ട്? നേപ്പാളിൽ രാജഭരണമായിരുന്ന സമയത്ത് ഇന്ത്യയുടെ സ്വാധീനം കുറച്ചുകൂടി ശക്തമായിരുന്നു നേപ്പാളിൽ. ഈ ജനാധിപത്യത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇങ്ങനെ മാറി മാറി ഭരണാധികാരികൾ വരുന്നതനുസരിച്ച് അവരുടെ നയങ്ങളും മാറിക്കൊണ്ടിരിക്കും. അത് ഇന്ത്യക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭീഷണിയാണ്. ഇപ്പൊ മാലിദ്വീപിൽ തന്നെ ഇന്ത്യൻ അനുകൂലമായ ഗവൺമെന്റും വരും, ചിലപ്പോൾ ചൈനീസ് അനുകൂലമായ ഗവൺമെന്റും വരും. അപ്പോൾ ഇപ്പോൾ മുഹമ്മദ് മൊയ്സു ചൈനീസ് അനുകൂലിയാണ്, പക്ഷേ ഇന്ത്യ വളരെ തന്ത്രപരമായിട്ട് അയാളെ ഒതുക്കുകയാണ് ഉണ്ടായത്. പക്ഷെ എപ്പോഴും നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഇവര് വലിയ വലിയ കരാറുകളൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ഇപ്പോൾ ശ്രീലങ്കയുമായിട്ട് 90-99 വർഷത്തെ ഒരു കരാറാണ് ഹമ്പൻതോട്ട തുറമുഖവുമായി ബന്ധപ്പെട്ട് ചൈന ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ അത് വേറൊരു ഭരണകൂടം അവിടെ വന്നാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കരാറുകൾ ഇങ്ങനെ ജനാധിപത്യം നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇഷ്ടമുള്ള ഗവൺമെന്റുകളെ കൊണ്ടുവന്നതിന് ശേഷം രാജ്യങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ചൈനയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അതൊരു തലവേദന തന്നെയാണ്. അപ്പോൾ നേപ്പാളിൽ ഇന്ത്യയുടെ സ്വാധീനം എനിക്ക് തോന്നുന്നു രാജഭരണമാണെങ്കിൽ കുറെ കൂടി ശക്തമാവുകയുള്ളൂ. അപ്പം ഇതിനകത്ത് ഒന്ന് നമ്മളൊരു റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഈ ഭൂട്ടാനിലെ രാജാവ് ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലാണ്. മോദി സർക്കാരുമായിട്ട് വളരെ അടുത്ത ടേംസിലാണ് ഭൂട്ടാൻ. പ്രത്യേകിച്ച് ഭൂട്ടാനിലെ രാജാവ് അദ്ദേഹം ഒരു മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ഈ മോദി ഗവൺമെന്റും നേരത്തെ നേപ്പാളിലെ ഭരണാധികാരിയായിരുന്ന ജ്ഞാനേന്ദ്ര ഷാ രാജാവുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ 2014 നരേന്ദ്രമോദി നേപ്പാളിൽ പോയ സമയത്ത് അവിടുത്തെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി പോലുള്ളവരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സ്ഥാനഭ്രഷ്ടനായ ജ്ഞാനേന്ദ്ര ഷായുമായിട്ട് കൂടിക്കാഴ്ചയൊന്നും നടന്നില്ല. 2008 സമയത്തൊക്കെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ജ്ഞാനേന്ദ്ര രാജാവിന് അധികാരം നഷ്ടമാവുന്നതും അവിടെ ജനാധിപത്യം ഉണ്ടാവുന്നതും. അതിന്റെ പുറകിൽ ചൈനയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. അപ്പോൾ മോദി വന്ന സമയത്ത് മോദി ഒരു ജനാധിപത്യ മര്യാദയുടെ പേരിൽ
ജനാധിപത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രമേ കണ്ടുള്ളൂ. ജ്ഞാനേന്ദ്രയെ കാണേണ്ട ആവശ്യവും പെടില്ലായിരുന്നു. പിന്നീട് ഇങ്ങോട്ടും പരസ്യമായിട്ട് ഇന്ത്യ ഒരിക്കലും രാജാവുമായിട്ട് ഒരു ബന്ധവും പുലർത്തിയില്ല. പക്ഷേ ചില സോഴ്സുകൾ പറയുന്ന അനുസരിച്ച് ഇന്ത്യ നയതന്ത്ര തലത്തിൽ രാജാവുമായിട്ടും ഒരു റിലേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നേപ്പാളിലെ രാജാവും അദ്ദേഹത്തിന്റെ കുടുംബവും അതുപോലെ ഭൂട്ടാനിലെ രാജകുടുംബവും തമ്മിൽ നല്ല ബന്ധമാണ്. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലും നല്ല ബന്ധമാണ്. നേപ്പാളിൽ രാജഭരണം തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഭൂട്ടാനിലെ രാജാവിനും നല്ല താല്പര്യമുണ്ട്. അപ്പൊ അദ്ദേഹം ഇതിന്റെ ഇടയിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ള സൂചനകളുണ്ട് ഈ ജ്ഞാനേന്ദ്ര രാജാവുമായിട്ട്. ചില സ്വതന്ത്ര സോഴ്സുകളിൽ നിന്ന് പറയുന്നത് ഇന്ത്യൻ ഏജൻസികൾക്ക് ഇതിലൊരു പങ്കുണ്ട്. രാജഭരണം തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിൽ ഇന്ത്യൻ ഏജൻസികൾക്ക് പങ്കുണ്ടെന്ന് പറയുന്നു. അതൊന്നും നമുക്ക് തെളിവുള്ള കാര്യമല്ല, ആക്ഷേപങ്ങൾ മാത്രമായി കാണാം. എന്താണെങ്കിലും നേപ്പാളിൽ രാജഭരണം വരികയാണെങ്കിൽ അത് ചൈനീസ് സ്വാധീനം കുറയുന്നതിന് കാരണമാവുകയും ഇന്ത്യക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ ഭൂട്ടാനിൽ ഇന്ത്യക്കുള്ള ഒരു സ്വാധീനമുണ്ട്. സമാനമായ രീതിയിൽ ഇത് നേപ്പാളിൽ നമുക്ക് ഉണ്ടായിരുന്നതാണ്. പക്ഷേ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ കാരണം ഇന്ന് അതിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട് വീണ്ടും അവിടെ രാജഭരണം വരികയാണെങ്കിൽ. നയതന്ത്ര തലത്തിൽ എന്തായാലും ഇന്ത്യ ഈ മുൻ രാജാവുമായിട്ട് ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്, ജ്ഞാനേന്ദ്ര ഷായുമായിട്ട്. മോദി എന്തായാലും രാജഭരണം വരുന്നതിനെ എതിർക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം ഭൂട്ടാനിൽ നമുക്കുള്ള സ്വാധീനം നേപ്പാളിലും ഉണ്ടാവും. മാത്രമല്ല ഇപ്പൊ ഭൂട്ടാന്റെ ആകെ GDP എടുത്തു കഴിഞ്ഞാൽ GDP പെർ ക്യാപിറ്റ എടുത്താൽ $3500 ഇന്ത്യയുടെ ആവറേജിനേക്കാൾ മുകളിലാണ്. ഭൂട്ടാനെ ഏറ്റവും അധികം സഹായിക്കുന്നത് ഇന്ത്യയാണ്. അപ്പൊ ഇതൊക്കെ നേപ്പാളിലുള്ളവർക്കും അറിയാം. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നേപ്പാൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധത്തെ മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിർത്തി തർക്കത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെ. ഈ നമ്മുടെ KP ശർമ്മ ഒലിയെ പോലെയൊക്കെ ഉള്ളവര്. അപ്പൊ ഇത് കാരണം ഇന്ത്യക്ക് നേപ്പാളിൽ ഒരു സ്ഥിര ഭരണ സംവിധാനം കൊണ്ടുവരേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അവിടെ ജനാധിപത്യം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ രാജഭരണം വരികയാണെങ്കിൽ നമ്മൾ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നല്ലത്. ചൈനീസ് ഗവൺമെന്റിന്റെ സ്വാധീനവും കുറയും. അപ്പോൾ ജനാധിപത്യവാദികൾ ആരും വന്നിടന്ന് ഇവിടെ വിഷമിക്കൊന്നും വേണ്ട. കാരണം ഗൾഫ് രാജ്യങ്ങളിലൊന്നും ജനാധിപത്യമില്ല. ഇപ്പൊ UAE, സൗദി, ഖത്തർ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടൻ, ഡെൻമാർക്ക്, അവിടെയൊക്കെ തന്നെ ഇപ്പോഴും രാജാവിന് പ്രത്യേകമായ അധികാരങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന റാങ്ക് രാജാവ് തന്നെയാണ് ഇപ്പോഴും വഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ നേപ്പാളിൽ ജനാധിപത്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കും ഗുണമില്ല, നേപ്പാളികൾക്കും ഗുണമില്ല. രാജഭരണം വരുമെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ ജനാധിപത്യം നിർത്തി വീണ്ടും രാജഭരണം കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. പക്ഷെ ഭയങ്കരമായ പ്രതിഷേധമാണ് നടക്കുന്നത്. പലയിടങ്ങളിലും ഇത് അക്രമാസക്തവുമാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര എളുപ്പത്തിൽ ഇതൊക്കെ നടക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ നടന്നാൽ അത് നല്ലതാണ്. ഇന്ത്യയുടെ സ്വാധീനം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വീണ്ടും ശക്തമാക്കാൻ അത് സഹായിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.